നമ്മളിൽ പലരും എന്തെങ്കിലും സാധനം നഷ്ടപ്പെടുമ്പോൾ ആദ്യം ഓർക്കുന്ന പേരാരുടേതാണ്? പാതുവായിലെ വിശുദ്ധ അന്തോണീസ്. പോർച്ചുഗലിലെ ഒരു കോടീശ്വര കുടുംബത്തിൽ ജനിച്ച ഒരു യുവാവ് തൻ്റെ ആഡംബര ജീവിതം മുഴുവൻ ഉപേക്ഷിച്ച് കപ്പൽ കയറി ലോകമറിയപ്പെടുന്നൊരു വലിയ പ്രസംഗകനായി മാറിയ ചരിത്രം നിങ്ങൾക്കറിയാമോ? അതാണ് ഇന്നത്തെ സോൾ ടോക്സിൽ പറയുന്ന കഥ, വിശുദ്ധ അന്തോണീസിൻ്റെ കഥ. AD 1195 പോർച്ചുഗലിലെ ലിസ്ബണിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മാതാപിതാക്കളിട്ട പേര് ഫെർണാണ്ടോ. വലിയ സമ്പത്ത്, വിചാരിച്ചാൽ സുഖമായി ജീവിക്കാം. പക്ഷേ പുള്ളിയുടെ മനസ്സ് ആത്മീയതയിലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 5 ഫ്രാൻസിസ്കൻ സന്യാസിമാർ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളാകുന്നത് അദ്ദേഹം കാണുന്നത്. അതോടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തീപ്പൊരി വീണു. സ്വന്തം പേര് അന്തോണീസ് എന്ന് മാറ്റി ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ആ സന്യാസ സഭയിൽ ചേർന്നു. സഭയിൽ ചേർന്നതിന് ശേഷം അന്തോണീസ് വളരെ ശാന്തനായി അടുക്കള പണികളും ലളിതമായ ജോലികളും ചെയ്ത് ഒരു സാധാരണക്കാരനായി ജീവിച്ചു. അദ്ദേഹത്തിന് ഇത്രയും വലിയ അറിവുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈദികരുടെ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. അവിടെ പ്രസംഗിക്കേണ്ടിയിരുന്ന ആൾ പെട്ടെന്ന് വരാതിരുന്നപ്പോൾ അധികാരികൾ അന്തോണീസിനോട് പറഞ്ഞു, നീ എന്തെങ്കിലും അവിടെ ചെന്ന് സംസാരിക്ക്. വേദിയിലേക്ക് കയറി അന്തോണീസ് സംസാരിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു പ്രസംഗമായിരുന്നു അത്. കേട്ടുനിന്ന പണ്ഡിതന്മാരും മെത്രാന്മാരും വരെ അത്ഭുതപ്പെട്ടു പോയി. അതോടെ അദ്ദേഹം സഭയുടെ ഔദ്യോഗിക പ്രസംഗകനായി മാറി. അന്തോണീസിന്റെ ജീവിതത്തിലെ ഏറ്റവും രസകരമായൊരു സംഭവമുണ്ട്. ഇറ്റലിയിലെ റിമിനി എന്ന സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ ചെന്നു. എന്നാൽ എതിരാളികൾ കാരണം പ്രസംഗം കേൾക്കാൻ ഒരാൾ പോലും വന്നില്ല. തികച്ചും ശൂന്യമായ തീരം. സാധാരണ ആരെങ്കിലും ആണെങ്കിൽ സങ്കടപ്പെട്ട് തിരിച്ചു പോകും. എന്നാൽ അന്തോണീസ് ചെയ്തത് വല്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹം കടൽ തീരത്തേക്ക് നടന്നു എന്ന് ഉറക്കെ പറഞ്ഞു, മനുഷ്യർ ദൈവത്തിന്റെ വചനം കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ കടലിലെ ജീവികളെ നിങ്ങൾ വന്ന് ഇത് കേൾക്കൂ. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത നിമിഷം ആയിരക്കണക്കിന് മീനുകൾ വെള്ളത്തിന് മുകളിലേക്ക് തലയുയർത്തി വരിവരിയായി നിന്നു അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാൻ തുടങ്ങി. ഇത് കണ്ട ഗ്രാമവാസികൾ ഓടി വരികയും അന്തോണീസിന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. തൻ്റെ 35-ാമത്തെ വയസ്സിൽ ഇറ്റലിയിലെ പാതുവായിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. ജീവിതം ഇങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ. നമ്മളൊന്നിനും കൊള്ളില്ല എന്ന് കരുതി ഒതുങ്ങിയിരിക്കുമ്പോൾ ആയിരിക്കും നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവ് ലോകം തിരിച്ചറിയുന്നത്. നമ്മളെ കേൾക്കാൻ ആരുമില്ലെന്ന് കരുതി സങ്കടപ്പെടേണ്ടതില്ല. നമ്മൾ സത്യസന്ധരാണെങ്കിൽ പ്രകൃതി പോലും നമുക്കായി വഴിമാറും. മറ്റൊരു വിശുദ്ധന്റെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.